ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സീരീസ് മാനിയാക്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം ഗ്രിം റീപ്പറിനെ കാണാനായി എത്തിയിരിക്കുകയാണ് ഗോബ്ലിൻ. അവൻ ഗ്രിം റീപ്പറിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് അങ്ങയുടെ കമാൻഡർ ജനറൽ കിംഷിൻ അങ്ങയെ കാണാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ എൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടും ഈ 900 വർഷം വിധിക്ക് എന്നെ എത്ര വിദഗ്ധമായി പറ്റിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നീയാണ് കിങ് എന്ന് ഗോബ്ലിൻ പറയുമ്പോൾ ഗ്രിം റീപ്പർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാനാണല്ലേ ആ കിങ്, ആ വിഡ്ഢിയായ യുവരാജാവ് ഞാനാണല്ലേ എന്നവൻ ഗോബ്ലിനോട് ചോദിച്ചു. യുദ്ധഭൂമി ഞങ്ങൾക്കൊരു നരകം തന്നെയായിരുന്നു. പക്ഷേ ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ പടയാളികളെ, എൻ്റെ സിസ്റ്ററിനെ, എൻ്റെ ഫാമിലിയെ നീ നിൻ്റെ ഒരൊറ്റ രാജകൽപ്പന കൊണ്ട് ഇല്ലാതാക്കി എന്ന് ഗോബ്ലിൻ പറഞ്ഞു. ശരിക്കും ഞാൻ തന്നെയാണോ ആ കിങ് എന്ന് ഗ്രിം റീപ്പർ കരഞ്ഞോണ്ട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗോബ്ലിൻ ശക്തിയായി ഗ്രിം റീപ്പറിൻ്റെ കഴുത്തിൽ പിടിക്കുന്നു. എന്നിട്ട് പതിയെ കൈയെടുക്കുന്നു. ഞാൻ ഈ നശിച്ച ഓർമ്മകളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നീയാണെങ്കിൽ എല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഈ 900 വർഷം കഴിഞ്ഞിട്ടും നിന്റെ ഭാഗത്ത് തന്നെയാണല്ലോ സ്വർഗവും ദൈവങ്ങളും എന്ന് പറഞ്ഞ് ഗോബ്ലിൻ അവിടെ നിന്ന് പോകുന്നു. ഗ്രിം റീപ്പർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗ്രിം റീപ്പർ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് എൻ്റെ ഏത് മെമ്മറിയാണ് ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് കരയുന്നു. ഇയുൻതാക്ക് വീട്ടിൽ മൊത്തം ഗോബ്ലിനെ അന്വേഷിക്കുകയാണ്. പക്ഷെ എവിടെയും ഗോബ്ലിനെ കാണുന്നില്ല. അവളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഗോബ്ലിൻ വരുന്നു. അവൾ ഗോബ്ലിനോട് പാർക്കിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. പാർക്കിനെയും കിങ്ങിനെയും ഞാൻ കണ്ടു. നമുക്കിപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ദൊക്വയുടെ വീട്ടിലോട്ട് പോകാമെന്ന് ഗോബ്ലിൻ പറഞ്ഞു. ഇയുൻതാക്ക് ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഗോബ്ലിൻ അവളോട് ചോദിച്ചു, ആ കിങ് ആരാണെന്ന് നിനക്കറിയണ്ടേ? അതാരാണെന്ന് എന്നോട് പാർക്ക് പറഞ്ഞിരുന്നു. പാർക്കിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാത്തോണ്ട് പറയാതിരുന്നതാ ഞാൻ. നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ മീറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയുൻതാക്ക് ഗോബ്ലിനോട് സോറിയും ചോദിക്കുന്നു. ഇയുൻതാക്കും ഗോബ്ലിനും ഒരു ലോഡ് ബാഗുകളുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ദൊക്വ ഷോക്കായി നിൽക്കുകയാണ്. ഗോബ്ലിൻ അവനോട് ഇനി മുതൽ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. ഇയുൻതാക്ക് അപ്പോൾ സണ്ണിയുടെ കൂടെ പോയി താമസിച്ചോളാം എന്ന് പറയുന്നു. ഗോബ്ലിൻ മാറിക്കഴിയുമ്പോൾ ഇയുൻതാക്കിനോട് ദൊക്വ ചോദിച്ചു, അങ്കിളും ഗ്രിം റീപ്പറും തമ്മിൽ അടിയുണ്ടാക്കിയോ? അങ്ങനെയാണെങ്കിൽ അങ്കിൾ റീപ്പറിനെ പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത്? സ്വന്തം വീടുപേക്ഷിച്ച് പുള്ളി വന്നതെന്തിനാ? ചിലപ്പോൾ ഗോബ്ലിന് തോന്നിയിട്ടുണ്ടാവും ഗ്രിം റീപ്പറിന് പോകാൻ വേറെ സ്ഥലമില്ലെന്ന് എന്ന് ഇയുൻതാക്ക് പറഞ്ഞു. സണ്ണി ഗോബ്ലിൻ്റെയും ഗ്രിം റീപ്പറിൻ്റെയും വീട്ടിലേക്ക് വന്നു. പക്ഷെ വീട് പൂട്ടിക്കിടക്കുകയാണ്. അവൾക്ക് ടെൻഷനായിരുന്നു. ഗോബ്ലിൻ അവസാനം പറഞ്ഞ വാക്കുകളാണ് അവളുടെ മൈൻഡിൽ. അവൾ കുറച്ചു നേരം കാത്തിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഗ്രിം റീപ്പർ വീട്ടിലേക്ക് വരുന്നു. പൂട്ടിയിട്ട വീടിന് മുന്നിൽ കുറച്ചു നേരം അവൻ നിൽക്കുന്നു. അതിനുശേഷം അവൻ അകത്തേക്ക് പോയി. വീട്ടിൽ ആരുമില്ല. ഇതായിരിക്കും ചിലപ്പോൾ ഗ്രിം റീപ്പറിനെ കൂടുതൽ വിഷമിപ്പിക്കുക. സണ്ണിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഇയുൻതാക്കുള്ളത്. സണ്ണി ഇയുൻതാക്കിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നു. ഇയുൻതാക്ക് സണ്ണിയോട് എങ്ങനെയാ പാസ്റ്റ് ഓർമ്മ വന്നതെന്ന് ചോദിച്ചു. സണ്ണി ഗ്രിം റീപ്പർ കിസ് ചെയ്ത കാര്യം ഓർത്തിട്ട് അതൊരൽപ്പം സെക്സിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രിം റീപ്പർ അവനെ പറ്റിയുള്ള മെമ്മറി ഇറേസ് ചെയ്തിട്ട് അത് മാഞ്ഞു പോയില്ലേ? കൊറിയൻസിന്റെ വിശ്വാസം അനുസരിച്ച് നമുക്ക് 7 ജന്മങ്ങൾ ഉള്ള പോലെ അവർക്ക് 4 ജന്മങ്ങളാണുള്ളത്. സണ്ണി വിചാരിക്കുന്നത് അവളുടെ ബ്രദറിനെയും ബോയ്ഫ്രണ്ടിനെയും ഒരുമിച്ച് ഈ ജന്മത്ത് കണ്ടുകൊണ്ട് ഇത് ചിലപ്പോൾ അവളുടെ 4ാമത്തെ ജന്മമെന്നാണ്. ഇയുൻതാക്ക് പക്ഷേ ഇത് അവളുടെ ആദ്യത്തെ ജന്മമായാൽ മതിയെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം 2ാമത്തിലും 3ാമത്തിലും 4ാമത്തിലും ഇനി ഗോബ്ലിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ സണ്ണി പറഞ്ഞു, നീ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ബ്രദറിനെ കാണാത്തോണ്ടാ ഇങ്ങനെ പറഞ്ഞേ. അത്രയ്ക്ക് വാശിക്കാരനാണ്. മരിക്കുമെന്നറിഞ്ഞിട്ടും എന്തിനാണാവോ ബ്രദർ തിരിച്ചു വന്നതെന്ന് സണ്ണി സങ്കടത്തോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇയുൻതാക്കിനും സങ്കടം വരുന്നു. സണ്ണിയുടെ നെയ്ബറായ ഗ്രിം റീപ്പർ അവരുടെ ഹൗസ് ഓണറായ ഗോഡ് മദറിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സണ്ണി വന്നതിന് ശേഷം വാട്ടർ ബില്ല് കൂടി. അതുകൊണ്ട് ഇനി ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പുള്ളി പറയണത്. വിധി അങ്ങനെയാണ്, എപ്പോഴും അൺഫെയർ ആയിരിക്കുമെന്ന് ഗോഡ് മദർ പറഞ്ഞു. ഗോഡ് മദറിൻ്റെ ഡയലോഗ്സ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗോഡ് മദർ ഗ്രിം റീപ്പറിൻ്റെയും സണ്ണിയുടെയും വിധിയെ പറ്റിയാണ് പറയുന്നതെന്ന്. എനിക്ക് ക്യാഷ് മതി, ഞാൻ ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് ഗോഡ് മദർ പറഞ്ഞു. ഗോബ്ലിൻ ഓരോന്നാലോചിച്ചിട്ട് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കിങ് അവനോട് ആ നാട് വിട്ട് ഓടിപ്പോകാൻ പറഞ്ഞു. പക്ഷെ ഗ്രിം റീപ്പർ അവനോട് ഒരിക്കലും മരിക്കരുതെന്നാണ് പറഞ്ഞത്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഈ ജന്മത്തിൽ നമ്മൾ നല്ലവരാണെങ്കിൽ എന്തിനാണല്ലേ പാസ്റ്റ് ലൈഫിൻ്റെ പേരും പറഞ്ഞ് നമ്മളെ ഇപ്പോൾ ടോർച്ചർ ചെയ്യുന്നത്? ഗോബ്ലിൻ്റെ ആലോചനയൊക്കെ കണ്ടിട്ട് ഗോബ്ലിൻ്റെ മൈൻഡ് മാറണ ലക്ഷണമുണ്ട്. ഗ്രിം റീപ്പറും ഫ്രണ്ടും സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ഒരു ഗോസ്റ്റ് പാസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നണു അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായ ആ ഗോസ്റ്റ് ആണെന്ന് എന്ന് ആ ഗ്രിം റീപ്പർ പറഞ്ഞു. പക്ഷെ ഇതൊന്നും നമ്മുടെ ഗ്രിം റീപ്പർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വേറെന്തോ ചിന്തയിലായിരുന്നു. പിന്നെ ആ പ്രറ്റി ലേഡി ഗ്രിം റീപ്പറിനെ അന്വേഷിച്ച് പാർക്ക് വരുന്നു.
അവളുടെ എക്സ്പ്രഷൻസിൽ നിന്ന് അവന് മനസ്സിലായി അവൾക്ക് പാസ്റ്റ് ലൈഫിനെ പറ്റി മനസ്സിലായെന്ന്. അത് ചൂഷണം ചെയ്യാൻ തന്നെ അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവളുടെ പാസ്റ്റ് ലൈഫും പാർക്കിന്റെ പാസ്റ്റ് ലൈഫും സീക്രട്ടായിട്ട് വയ്ക്കാൻ അവൻ അവളോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് പാർക്ക് നേരെ പോയത് സണ്ണിയുടെ അടുത്തേക്കാണ്. അപ്പോൾ നീ തന്നെയാണല്ലേ യുവറാണി, ഈ ജന്മത്തിലും ഞാൻ നിന്നെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് പാർക്ക് അവളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഗ്രിം റീപ്പർ വരുന്നു. അവനെ പേടിപ്പിച്ചൊന്ന് നോക്കിയിട്ട് പാർക്കിന്റെ കഴുത്തിൽ ഗ്രിം റീപ്പർ പിടിക്കുന്നു. നീ ആളുകൾക്കിടയിൽ മനഃപൂർവ്വം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യരുതെന്ന് ഗ്രിം റീപ്പർ അവനോട് പറയുന്നു. അപ്പോൾ നമുക്ക് ഇയുൻതാക്കിന് ഇതിനു മുന്നേ സംഭവിച്ചിട്ടുള്ള ആക്സിഡൻസിന്റെ പിന്നിൽ പാർക്കാണെന്ന് കാണാം. അവൻ ഓരോരുത്തരുടെ ചെവിയിലും ചീത്ത ചിന്തകൾ പറഞ്ഞു കൊടുത്താണ് ഓരോ ആക്സിഡന്റ് ഉണ്ടാക്കിയിരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇയുൻതാക്കിന്റെ അമ്മയെ അന്ന് കാർ എടുപ്പിച്ച സീനിലും അന്നത്തെ ആ ബസ് ആക്സിഡന്റിന്റെ കേസിലും പിന്നെ ഗോസ്റ്റിന്റെ എക്സ് ഹസ്ബൻഡിന്റെ കേസിലും പാർക്കിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ പേരെന്താണെന്ന് പറ എന്ന് ഗ്രിം റിപ്പർ ചോദിച്ചു. അതിനെപ്പറ്റി നീ ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് പാർക്ക് ഗ്രിം റിപ്പറിന്റെ അടുത്ത് നിന്ന് ഡിസപ്പിയർ ആയി മറ്റൊരു സ്ഥലത്ത് അപ്പിയർ ആകുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നിനക്ക് നീ ആരാണെന്ന് അറിയില്ലല്ലോ. നീ ഇപ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയി കാണുന്ന അവളെ നിനക്ക് നഷ്ടപ്പെടും. അവൾ മരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും പാർക്ക് ഡിസപ്പിയർ ആകുന്നു. എന്നിട്ടവൻ ഓരോരുത്തരുടെയും ബോഡിയിൽ കയറുന്നു. എന്നിട്ട് അവരെല്ലാം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇത് നോക്കി നിന്ന ഗ്രിം റിപ്പർ ആലോചിക്കുകയാണ്, പാർക്കിനപ്പോൾ ഞാൻ ആരാണെന്നറിയോ? എന്നിട്ട് ഗ്രിം റിപ്പർ സണ്ണിയെ നോക്കുന്നു. ഗോബ്ലിൻ ഇപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഗ്രിം റിപ്പറായിട്ട് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്തതും ഒരുമിച്ചിരുന്ന് ബിയർ കഴിച്ചതും തമാശ പറഞ്ഞ് ചിരിച്ചു കളിച്ചതും ഒക്കെ ഓർത്ത് അവൻ സങ്കടപ്പെടുന്നു. അപ്പോഴേക്കും ഗോബ്ലിൻ അവന്റെ മുന്നിലിരിക്കുന്ന ദൊക്വയുടെ ഫോണിലേക്ക് ഗ്രിം റിപ്പറിന്റെ കോൾ വരുന്നത് കാണുന്നു. എന്നിട്ട് ഗോബ്ലിൻ അത് അറ്റൻഡ് ചെയ്യുന്നു. ഗ്രിം റിപ്പർ സംസാരിക്കുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗോബ്ലിനും ഗ്രിം റിപ്പറും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവർ കോളും കട്ട് ചെയ്യുന്നില്ല. ഇയുൻതാക്ക് കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഗ്രിം റിപ്പർ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കൊണ്ട് ആ വാളിന്റെ പടം വരപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇയുൻതാക്ക് വലിയ കാര്യമായിട്ട് സംസാരിക്കാത്തത് കാണുമ്പോൾ ഗ്രിം റിപ്പറിന് മനസ്സിലായി ഇയുൻതാക്കിന് അവനോട് ദേഷ്യമാണെന്ന്. നിനക്ക് ഒരു തവണയെങ്കിലും എൻ്റെ ഭാഗത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ റിങ് നീ സണ്ണിക്ക് തിരിച്ചു കൊടുക്കുക. ഇത് തിരിച്ചു കൊടുക്കുന്നത് അവളെ കാണാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അവൾക്കിപ്പോൾ എന്നെ ഓർമ്മയേ ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രിം റിപ്പർ ആ റിങ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. എനിക്ക് തോന്നുന്നില്ല സണ്ണി ഗ്രിം റിപ്പറിനെ മറന്നു എന്ന് ഇയുൻതാക്ക് മനസ്സിൽ പറയുന്നു. ചിക്കൻ ഷോപ്പിൽ സണ്ണി ദൂരേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇയുൻതാക്ക് സണ്ണിയോട് പണ്ടത്തെ പോലെ കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ കിങ്ങിനെ സ്നേഹിക്കുന്ന ഞാൻ ഒരു ചതിയൻ്റെ പെങ്ങളായി പോയില്ലേ. അന്ന് ഞാൻ മരിക്കാൻ നേരത്ത് കിങ്ങിനെ നോക്കിയായിരുന്നു. പക്ഷേ അദ്ദേഹം പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുകയാണോ എന്ന് അറിയാൻ പറ്റിയില്ല. ഗ്രിം റിപ്പർ എൻ്റെ എല്ലാ സാഡ് മെമ്മറിയും ഇറേസ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. പക്ഷേ അവനറിയില്ലല്ലോ എല്ലാ മെമ്മറീസും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നെന്ന്. അതുകൊണ്ടായിരിക്കും ഒന്നും ഇറേസ് ആവാഞ്ഞതെന്ന് സണ്ണി പറയുന്നു. ഇയുൻതാക്ക് അപ്പോൾ അവൾ കൊടുക്കാൻ വെച്ച ആ റിങ് തിരിച്ച് പോക്കറ്റിലേക്ക് വെച്ചു. എന്നിട്ട് സണ്ണിയുടെ കയ്യിൽ പിടിച്ച് സണ്ണിയെ നോക്കി ചിരിച്ചു. സണ്ണിയും അവളെ നോക്കി ചിരിച്ചു. സണ്ണി ഗോബ്ലിനെ കാണാനായി ദൊക്വയുടെ വീട്ടിലെത്തുന്നു. കഴിഞ്ഞതൊക്കെ വിട്ടുകള, അത് പാസ്റ്റ് ലൈഫ് അല്ലേ എന്ന് സണ്ണി ചോദിച്ചു. നിന്റെ പാസ്റ്റ് ലൈഫ് എൻ്റെ കറണ്ട് ലൈഫാണ്. ഞാൻ അന്ന് മുതൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഗോബ്ലിൻ പറഞ്ഞു. അവൻ കൊന്നത് കിംസണിനെയാണ്, അല്ലാതെ എന്നെയല്ല. ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അന്നത്തെ പോലെ പോയി കിങ്ങിനെ കാണാൻ ഞാൻ പറയുള്ളൂ എന്ന് സണ്ണി പറഞ്ഞു. ഇത്തവണ ഞാൻ അവനെ കണ്ടാൽ അന്നത്തെ പോലെ ക്ഷമിക്കില്ലെന്ന് ഗോബ്ലിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സണ്ണിക്ക് സങ്കടമായി. അത് കുഴപ്പമില്ല, ഇത്തവണ ഞാൻ സത്യമായിട്ടും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുമെന്ന് സണ്ണി പ്രോമിസ് ചെയ്യുന്നു. ഗ്രിം റിപ്പർ ഇയുൻതാക്ക് വരച്ചു കൊടുത്ത വാളിന്റെ പടവും നോക്കി. അപ്പോൾ ഈ 900 വർഷവും അവൻ ഇത് ചുമന്നാണോ ജീവിച്ചത് എന്ന് പറയുന്നു. അപ്പോഴേക്കും ടീ ഷോപ്പിൽ ബെൽ കേൾക്കുന്നു. ഗ്രിം റിപ്പർ റൂമിൽ നിന്ന് ഡിസപ്പിയറായി അങ്ങോട്ടേക്ക് പോയി. അവിടെ 2 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഗ്രിം റിപ്പേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനിൽ നിന്നും വന്നതാണ്. ഗ്രിം റിപ്പറിന്റെ ഐഡന്റിറ്റി ഒരു മനുഷ്യനോട് തുറന്നു പറഞ്ഞതിനും പിന്നെ ഗ്രിം റിപ്പറിന്റെ പവർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചതിനും അവന് ശിക്ഷ നടപ്പാക്കാൻ വന്നതാണവർ. എല്ലാ കുറ്റവും ഗ്രിം റിപ്പർ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഗ്രിം റിപ്പേഴ്സ് എല്ലാം പാസ്റ്റ് ലൈഫിൽ കടുത്ത പാപികളായിരുന്നല്ലോ. ഇവർ 200 വർഷം നരകത്തിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവരുടെ മെമ്മറി ഇറേസ് ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞാണ് അവർ ഗ്രിം റിപ്പേഴ്സായി ജോലി ചെയ്യുക. ഈ ശിക്ഷ വീണ്ടും കിട്ടുമെന്ന് അവർ പറഞ്ഞു. പെട്ടെന്ന് ഗ്രിം റിപ്പറിന്റെ ചെസ്റ്റിൽ വേദന വരാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് അവന് തലവേദനയും വരുന്നു. അവൻ്റെ പാസ്റ്റിലെ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. കിംസണിൻ്റെയും കിംഷിൻ്റെയും മരണശേഷമുള്ള കാര്യങ്ങളാണ് അവൻ ഓർക്കുന്നത്. പാർക്കൊന്നും നടന്നിട്ടില്ലാത്ത പോലെ കിങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിങ് ആണെങ്കിൽ ആകെ അസ്വസ്ഥനാണ്. അവൻ കഴിക്കാനിരുന്ന ഫുഡ് അവൻ വലിച്ചെറിയുന്നു. പിന്നീടുള്ള എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ. അങ്ങനെ കിങ് വളർന്ന് ഗ്രിം റിപ്പറിന്റെ ഫേസ് ആയിട്ടും കിങ് ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു.
പാർക്ക് കിങ്ങിനോട് ആ ഹെർബൽ ടോണിക് കഴിക്കാൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആ സർവൻ്റായ ആ ലേഡി ഗ്രിം റിപ്പറിൻ്റെ എക്സ്പ്രഷൻ ചേഞ്ച് ആകുന്നു. അവൾക്കറിയാലോ എന്താ അതിലുള്ളതെന്ന്. പിന്നീട് സ്ഥിരമായി കിങ് അത് കുടിക്കുവാൻ തുടങ്ങി. എന്നിട്ടവൻ ഭ്രാന്തനെ പോലെ യുവറാണിയുടെ പെയിൻറ്റിങ് വരയ്ക്കുകയാണ്. അവസാനം ഒത്തിരി ശ്രമങ്ങൾക്കൊടുവിൽ ഇന്ന് ഗോബ്ലിൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ പെയിൻറ്റിങ് അവൻ വരച്ചെടുക്കുന്നു. സെർവൻറ്റ് അവന് യുവറാണി ലാസ്റ്റായിട്ട് ഉപയോഗിച്ച ഡ്രസ്സും ആ റിങ്ങും കൊടുക്കുന്നു. അവനത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് തെരുവിലേക്കിറങ്ങി, ഈ ഡ്രസ്സിനി ഞാൻ ആരെ ധരിപ്പിക്കും, ഈ റിങ്ങിനി ഞാൻ ആരുടെ വിരലിൽ അണിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആൾക്കാരാണെങ്കിൽ കിങ്ങിനെ കണ്ടപ്പോൾ വണങ്ങി മാറി നിൽക്കുന്നു. അപ്പോൾ ഗോഡ് മദർ കിങ്ങിനോട് ആ മോതിരം എനിക്ക് തരൂ, ഞാനത് ഭാവിയിൽ എന്തായാലും ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്നു. നിങ്ങൾക്കുറപ്പാണെങ്കിൽ ഞാനത് തരാമെന്ന് കിങ് പറഞ്ഞിട്ട് അവർക്കത് എറിഞ്ഞു കൊടുക്കുന്നു. ഈ ഭംഗിയുള്ള ഡ്രസ്സിന് അവകാശികളില്ലാത്തോണ്ട് ഞാനിത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവനത് തീയിലേക്ക് എറിയുന്നു. എന്നിട്ട് കൊട്ടാരത്തിൽ പോയി അവൻ ആ പെയിൻറ്റിങ് നോക്കിയിരിക്കുന്നു. അപ്പോൾ സെർവൻ മെഡിസിൻ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും, എൻ്റെ ജനങ്ങളും എൻ്റെ ഭൂമിയും എൻ്റെ പെണ്ണും ആരും എന്നെ സ്നേഹിച്ചില്ല. എന്തിനു പറയുന്നു, ഞാൻ പോലും എന്നെ സ്നേഹിക്കുന്നില്ല. ഈ അവസാന നിമിഷത്തിലും ആരുടെയും സ്നേഹം കിട്ടുന്നില്ല. എനിക്ക് ആ മെഡിസിൻ എടുത്തോണ്ട് വരൂ, എനിക്കറിയാം അതിൽ എന്താണുള്ളതെന്ന് കിങ് പറഞ്ഞപ്പോൾ സെർവൻ്റ് ഞെട്ടുന്നു. അതുകൊണ്ട് അത് കുറേ എടുത്തുകൊണ്ടുവരൂ, ഒറ്റയടിക്ക് എല്ലാം തീർന്നു കിട്ടുമല്ലോ. ഇത് രാജകൽപ്പനയാണെന്ന് കിങ് പറഞ്ഞു. തൻ്റെ പാസ്റ്റ് ലൈഫ് കണ്ട ഗ്രിം റിപ്പർ ശ്വാസം കിട്ടാതെ പിടയുകയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറഞ്ഞു, ഒരാളുടെ ജീവൻ അയാൾ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതിനാണ് നീ നരകത്തിൽ ഇത്രയും പണിഷ്മെൻ്റ് അനുഭവിച്ചത്. മറ്റൊരു നോട്ടീസ് വരുന്നതുവരെ തൽക്കാലത്തേക്ക് നിന്നെ ഗ്രിം റിപ്പറിൻ്റെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവർ പോകുന്നു. ഗ്രിം റിപ്പർ ചെസ്റ്റിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ അവരെ രണ്ടുപേരെയും കൊന്നു, എന്നിട്ട് ഞാൻ എന്നെയും കൊന്നു എന്നവൻ പറയുന്നു. ഗോബ്ലിൻ ബുദ്ധ ടെമ്പിളിൽ പോയിരുന്ന് അന്ന് മരിച്ച അവൻ്റെ ഫ്രണ്ടിനെയും അവൻ്റെ ഫാമിലിയെയും പറ്റി ആലോചിക്കുന്നു. എന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പറ, അവനിനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സങ്കടത്തോട് ചോദിക്കുന്നു. ഗോബ്ലിൻ തിരിച്ച് തൻ്റെ റൂമിലെത്തുമ്പോൾ കാണുന്നത് പെയിൻറ്റിങ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രിം റിപ്പറിനെയാണ്. അവൻ ദേഷ്യത്തിൽ വന്നിട്ട് ആ പെയിൻറ്റിങ് തട്ടിയെടുക്കുന്നു. നീ ഇതിൽ തൊട്ടുപോകരുത്, കാരണം നിനക്കിതിന് അർഹതയില്ലെന്ന് ഗോബ്ലിൻ പറഞ്ഞു. എന്നിട്ട് ഗോബ്ലിൻ പോകാൻ തുടങ്ങുമ്പോൾ, ഞാനാണ് നിനക്ക് ആ വാൾ തന്നത്, ഞാനാണ് എല്ലാവരെയും കൊന്നത്, എനിക്കെൻ്റെ പാസ്റ്റ് ഓർമ്മ വന്നു, ഞാനാണ് കിങ് എന്ന് ഗ്രിം റിപ്പർ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഗോബ്ലിൻ വന്ന് ഗ്രിം റിപ്പറിൻ്റെ ചെസ്റ്റിൽ പിടിച്ചിട്ട് മതിലിൽ ചാരി നിർത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ നീ കിങ് ആണെന്ന്, നീ നിന്റെ പെണ്ണിനെയും നിന്റെ പ്രജകളെയും കൊന്നു, അവസാനം നീ നിന്നെയും കൊന്നു. നിനക്ക് അവരിൽ ഒരാളെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നീ നിന്റെ അവസാന നിമിഷം വരെ ജീവിക്കണമായിരുന്നു. ഞങ്ങളോട് ചെയ്ത പാപമോർത്ത് പശ്ചാത്തപിച്ച് നീ ജീവിക്കണമായിരുന്നു. എൻ്റെ കിംസൺ അവളുടെ ജീവൻ കൊടുത്താണ് നിന്നെ സംരക്ഷിച്ചത്. കാരണം അവൾക്കറിയാമായിരുന്നു എന്നെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ആ പാർക്ക് അവളുടെ നെയ്മായിരിക്കും നിന്നോട് പറയുകയെന്ന്. അവൾക്കുറപ്പായിരുന്നു നീ അവൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അവളെ കൂടെ നിർത്തുമെന്ന്. അത് കാണാതിരിക്കാനാണടാ നിന്നെ സംരക്ഷിച്ച് ഒരു ചതിയൻ്റെ സിസ്റ്ററായി അവൾ മരിക്കാൻ തീരുമാനിച്ചത് എന്ന് ഗോബ്ലിൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഗ്രിം റിപ്പർ ഗോബ്ലിൻ്റെ ഓരോ വാക്കും കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വിരലിൽ നിർബന്ധിച്ചാണ് ഞാൻ ആ മോതിരം ഇട്ടുകൊടുത്തത്. ഈ ലൈഫിലും ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നു. എനിക്ക് ജീവിക്കാൻ അർഹതയില്ല, എന്നെ കൊന്നോളൂ എന്ന് ഗ്രിം റിപ്പർ കരഞ്ഞുകൊണ്ട് പറയുന്നു.